ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു പരിപാടി ഉണ്ട്. മഞ്ചേരി വരെ പോകണം. അങ്ങനെ വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയായി ബൈക്ക് എടുത്ത് നേരെ അത്തോളിക്ക് പോയി. അവിടെ നിന്ന് ബൈക്ക് അവിടെ വെച്ച് അവിടെ നിന്ന് ഞാനും സവാദും ശൈലേശ്വരൻ്റെ ഫാമിലിയും കൂടെ കോഴിക്കോടേക്ക് പോയി. അങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ഐഫ ബസ് കയറി മഞ്ചേരിക്കുള്ള. മഞ്ചേരിക്ക് 275 രൂപ. കോഴിക്കോട് നിന്ന് മഞ്ചേരിക്ക് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഓട്ടമുണ്ട്. അങ്ങനെ നമ്മൾ മഞ്ചേരി എത്തി. അവിടെ നിന്ന് കരുവാരക്കുണ്ട് ബസ് കയറി. അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അങ്ങോട്ട് ഓട്ടമുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. JK കാർസ് കരുവാരക്കുണ്ടുള്ള. നമ്മൾ ശൈലേശ്വരന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ ഇരുന്ന് ആവി ഇടുന്നതാണ് ശൈലേശ്വരൻ. ശൈലേശ്വരൻ പെട്ടെന്ന് തന്നെ എമൗണ്ട് കൊടുത്തതിനെ കൊണ്ട് വീഡിയോ കറക്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് സവാദ് ചീത്ത പറഞ്ഞ് പൈസ ഒന്നുകൂടെ കൊടുപ്പിച്ച്. ഈ പുള്ളിയാണ് JK കാർസിൻ്റെ ഓണർ. ഈ പുള്ളിയാണ് നമുക്ക് കാറൊക്കെ സെറ്റാക്കി തന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഓറഞ്ച് ജ്യൂസ് കൊണ്ടു തന്ന് അങ്ങനെ അതും കുടിച്ച് അങ്ങനെ കീ ഹാൻഡ് ഓവർ ടൈമായി. അപ്പോൾ ഇതാണ് കാറ് വാഗണർ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാറാണിത്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. അവിടെ നിന്ന് അവർ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി മെല്ലെ ശൈലേശ്വരൻ്റെ കാറിലേക്ക് കയറി. നമ്മുടെ സഫാരി കാർസിൻ്റെ അൻഫൽ ഖാൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ കട വരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെയും കണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് മലപ്പുറത്ത് ഏതോ ഒരു പരിപാടിയിൽ ബോച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ബോച്ച അവിടെ ഇരുന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, അതും കണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറി. അവിടെയാണെങ്കിൽ കഴിക്കാൻ കുറേ കടികളുണ്ട്. നമുക്ക് അധികം കടിയൊന്നും വേണ്ടാത്തതിനും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓരോ പക്കോടയും ചായയും പറഞ്ഞു. പക്കോട ആണെങ്കിൽ ഒരു രക്ഷയില്ല, കിണ്ണ സാധനം. അതിൻ്റെ കൂടെ കിട്ടിയ ചമ്മന്തിയും അത് വേറെ ലെവൽ. അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ കാറെടുത്തതിൻ്റെ ചിലവ് തരാൻ വേണ്ടിയിട്ട് പുതിയങ്ങാടിയുള്ള അമാനി കുഴിമന്തി കയറി. അവിടെ നിന്ന് അവർ മൂന്നാളും പെരി പെരി മന്തി പറഞ്ഞു. സവാദാണെങ്കിൽ ബീഫ് മന്തിയും പറഞ്ഞു. എപ്പോഴും കഴിക്കാൻ പോകുമ്പോൾ ഞാൻ അധികം പറയൽ പൊള്ളിച്ചതാണ്, ചിക്കൻ പൊള്ളിച്ചതും മന്തിയും. അങ്ങനെ അവിടെ നിന്നും ഒരു പൊള്ളിച്ചത് കഴിച്ച്, അത് വേറെ ലെവൽ, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് നേരെ ഓഫീസിൽ പോയി. ഓഫീസിൽ എനിക്ക് നൈറ്റായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി 3:50 ആയപ്പോൾ വീട്ടിലെത്തി. ഈ 3:50 കഥയൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.